ഫ്ലേവേഴ്സ് കമ്പൈൽഡിന്റെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കീസ് റെസിപ്പിയാണ്, ആൽമണ്ട് സ്നോബോൾ കുക്കീസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കാഴ്ചയിൽ ഇത് മഞ്ഞു കൊണ്ടുള്ളൊരു ബോള് പോലെ തോന്നുന്ന വളരെ ഡെലിക്കേറ്റ് ആയ കുക്കീസ് ആണ്. എളുപ്പം കിട്ടുന്ന ചേരുവകളെ ആവശ്യം വരുന്നുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ആൽമണ്ടിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ്, അതായത് കാഷ്യൂ നട്ട്സ്, ഹേസൽ നട്ട്സ്, വാൾനട്ട്സ് ഒക്കെ ഉപയോഗിച്ചും ഇത് ഉണ്ടാക്കാം. ഈ റെസിപ്പിയിലെ അളവ് വെച്ച് ഏകദേശം 15 മുതൽ 18 ചെറിയ കുക്കീസ് ഉണ്ടാക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി നോക്കാം. ആദ്യം 1 കപ്പ് ആൽമണ്ട്സ് ചൂടാക്കണം. ഒരു 3-4 മിനിറ്റ് ചെറുതീയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇനി ഇത് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇത് മിക്സിയിൽ ഇട്ട് പൾസ് ചെയ്ത് തരിതരിപ്പായി പൊടിച്ചെടുത്ത് വെക്കാം. ഇനി ഒരു ബൗളിൽ 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ എടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് വേണ്ടത്. അതിലേക്ക് 1 കപ്പ് മൈദ, പൊടിച്ചു വെച്ചിരിക്കുന്ന ആൽമണ്ട്സ്, കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിക്കണം എന്നില്ല. 1 നുള്ളു ഉപ്പ്, 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട്. ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീറ്റർ വേണമെന്ന് നിർബന്ധമില്ല, എല്ലാം നന്നായി മിക്സായി കിട്ടണമെന്നേ ഉള്ളൂ. ഇത് നല്ല തരിതരിപ്പായിട്ടുള്ളൊരു മിക്സ്ചറാണ്, എന്നാൽ ഇത് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ഒരു ചെറിയ ബോൾ ഷേപ്പ് ആക്കി ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ ഷേപ്പ് ആക്കിയാൽ മതിയാകും. ഒരുപാട് വലിപ്പമായാൽ ഉള്ളു ചിലപ്പോൾ ശരിക്കും വേവില്ല. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. കുക്കീസ് പാകമായി വരുമ്പോൾ മുകളിൽ ക്രാക്ക് ഉണ്ടാകും, പിന്നെ ലൈറ്റായി കളർ ചേഞ്ചും ഉണ്ടാകും. ബേക്കിംഗ് കഴിഞ്ഞ ഉടനെ കുക്കീസ് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. വെന്തിട്ടില്ല എന്നൊക്കെ തോന്നും, പക്ഷെ കുക്കീസ് തണുത്ത് കഴിയുമ്പോഴാണ് കുറച്ച് സെറ്റായി വരിക. കുക്കീസ് കൈകൊണ്ട് തൊടാൻ പാകത്തിൽ ചൂടാറുമ്പോൾ അതൊരു കൂളിംഗ് റാക്കിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ കുക്കീസ് പൊടിച്ച പഞ്ചസാര റോൾ ചെയ്ത് എടുക്കണം. ആവശ്യമുള്ള അത്രയും പൊടിച്ച പഞ്ചസാര എടുക്കുക. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് മതിയാകും. ചെറു ചൂടോടെ തന്നെ ആദ്യം ഒരു തവണ പഞ്ചസാരയിൽ റോൾ ചെയ്തെടുക്കുക. കുക്കീസ് മുഴുവനും തണുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായി പഞ്ചസാരയിൽ റോൾ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു അരിപ്പ വെച്ച് മുകളിൽ പഞ്ചസാര തട്ടിക്കൊടുക്കാം. ആൽമണ്ട് സ്നോബോൾ കുക്കീസ് റെഡി ആയി കഴിഞ്ഞു. ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ റൂം ടെമ്പറേച്ചറിൽ ഒരു 4-5 ദിവസം വരെ സൂക്ഷിക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കീസാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്ലേവേഴ്സ് കമ്പൈൽഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുകയോ നിങ്ങളുടെ പോസ്റ്റ് ടാഗ് ചെയ്യുകയോ ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായി ഫ്ലേവേഴ്സ് കമ്പൈൽഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.